ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ കൃപാസന വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ദിവസം നമ്മുടെ ഒരു ആൾ ചോദിച്ച ഒരു ഡൗട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡബ്ല്യു മല്ലു വേൾഡ് ചർച്ച് വോയിസ് ആണ്. സോ ഇന്നത്തെ ഡൗട്ട് ഇതായിരുന്നു: കൃപാസനത്തിൽ നമ്മൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് കൃപാസനത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ കൃപാസനത്തോടനുബന്ധിച്ച് നമ്മൾക്ക് ഏതെങ്കിലും സ്റ്റേയോ അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ആൾ ചോദിച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വിചാരിച്ചിട്ടാണ് വന്നത്. സോ അങ്ങനെ ഒരു സ്റ്റേ നമ്മൾക്ക് കൃപാസനത്തോടനുബന്ധിച്ചൊന്നുമില്ല. നമ്മൾക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് കൃപാസനത്തിനോടനുബന്ധിച്ച് നമ്മൾക്ക് ഒരു സ്റ്റേ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ ദൂരെ നിന്ന് വരുന്ന ആളുകൾ മോസ്റ്റ്ലി ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം ഞാനൊക്കെ ആദ്യം പോയ സമയത്ത് അവിടെ രാവിലെ പോയി നിന്നിട്ടാണ് ഞാൻ കൃപാസനത്തിൽ പോയത്. ആ സമയത്ത് ഞാൻ ചെയ്തത് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇടത് സൈഡിൽ നമ്മൾക്ക് ഒന്ന് രണ്ട് സ്റ്റേ നമുക്കുണ്ട്. അവിടെ കുറേ ലോഡ്ജുകൾ, ഹോട്ടലുകൾ അവൈലബിൾ ആണ്. ഒരു 600 രൂപ നിരക്കിൽ നമ്മൾക്ക് കിട്ടുന്ന റൂമാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള റൂം തന്നെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ പോയി റൂം എടുത്ത് താമസിച്ചിട്ടാണ് രാവിലെ ഏർലി മോർണിംഗ് ഒരു 5 മണിയോട് കൂടി അവിടുന്ന് എറണാകുളം റൂട്ടിൽ പോകുന്നത് നമ്മുടെ KSRTC പിടിച്ചിട്ട് അവിടെ പോയത്. അപ്പം അത് നല്ലൊരു സ്റ്റേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ പോകുമ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെയാണ്. നമ്മൾ നമ്മുടെ കോഫി ഹൗസ് കഴിഞ്ഞ് മുന്നോട്ടും ഇടത് സൈഡിൽ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ കോഫി ഹൗസ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഇടത് സൈഡിൽ ആ ചെട്ടിയുടെയൊക്കെ ഓപ്പോസിറ്റായിട്ട് നമ്മൾക്കൊരു 1-2 ഹോട്ടലുണ്ട്. അത് കൂടാതെ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഇടതോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയി കഴിയുമ്പം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 1-2 വളരെ നല്ല ഹോട്ടലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് നമ്മൾക്ക് രാവിലെ ഒരു ഏർലി മോർണിംഗ് ബസ് പിടിച്ച് കഴിഞ്ഞിട്ടുള്ള കൃപാസനത്തിന് രാവിലെ ചെന്നിറങ്ങാവുന്ന കേസുള്ളൂ കേട്ടോ. അതല്ലാതെ കൃപാസനത്തിൻ്റെ സൈഡിൽ നമുക്ക് അവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഇതും ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവിൽ എനിക്ക് അത്രയാണ് അറിയത്തുള്ളൂ അതിനെക്കുറിച്ച്. സോ മോസ്റ്റ്ലി നമുക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് പോകുമായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ 5 മണിയാകുമ്പം അവിടെ നിന്ന് ബസ് പിടിച്ച് അവിടെ ചെല്ലുന്ന ഏറ്റവും മോർണിംഗ് തന്നെ ചെല്ലാൻ ശ്രമിക്കുക. ബിക്കോസ് ഒത്തിരി ആളുകൾ വരുന്ന സ്ഥലമാണെന്ന് അറിയാലോ. ഇപ്പോൾ മോർണിംഗിൽ നമുക്ക് ഇട ദിവസങ്ങളിലൊക്കെ അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ആ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾക്ക് കുറേ പ്രവർത്തകർ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയൊരു പൈസയിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ കിട്ടും. നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കണേക്കാളും നല്ലതായിട്ട് അത്രയും വൃത്തിയായിട്ടും നീറ്റായിട്ടും കഞ്ഞിയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്. കൂടാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ദൂരെ നിന്ന് വരുന്നവർ ആ രീതിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്ത് കൃപാസനത്തിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് കൃപാസനത്തിൽ നമ്മളിപ്പം ആലപ്പുഴ സ്റ്റാൻഡിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമുക്ക് ബസ് പിടിക്കാൻ പറ്റും. എറണാകുളം പോകുന്ന KSRTC ബസ്സുകൾ, വൈറ്റില ആ ഭാഗം പോകുന്ന ബസ്സുകൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 22 രൂപയുടെ നിരക്കിലെങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ഇറക്കി വിടും. ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃപാസനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നവർ പ്രത്യേകം ഓർക്ക് അങ്ങനെ പോയിട്ട് സ്റ്റേ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ കൃപാസനത്തിൻ്റെ കീഴിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകളോ ലോഡ്ജുകളോ ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ബട്ട് അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.